ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ഡേ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പയ്യന്നൂർ BMHൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. കാരണം ഞാൻ ഒരു 10 വർഷമായിട്ട് അവിടെ കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് മെസ്സേജുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ 10 വർഷമായില്ലേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, എന്നിട്ടും അവിടെ കാണിച്ചിട്ട് അസുഖം മാറിയില്ലല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു അസുഖമായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു പീരീഡ് സമയത്ത് നമ്മൾ സ്ത്രീകൾക്ക് ചില ആൾക്കാർക്ക് ഈ പെയിൻ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ, വളരെ ഹെവി പെയിനാണ്, സഹിക്കാൻ പറ്റില്ല, ടാബ്ലറ്റിൽ തന്നെ പോവുകയാണ്, അല്ലാണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വിഷൻ ഡോക്ടറെ നമുക്ക് പേഴ്സണലി അറിയാം, നമ്മൾ വീട്ടുകാർക്കറിയാം. അങ്ങനെയാണ് ആ ഡോക്ടറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായത്. വീട്ടുകാർക്കെല്ലാം പരിചയമുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പരിചയമുള്ള ഡോക്ടറെ അടുത്തേക്കല്ലേ നമ്മൾ ആദ്യം ഓടിപ്പോകില്ലേ. ഗൈനക്കോളജിസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെ മാറ്റി കാണിക്കാൻ നിന്നിട്ടില്ല. എല്ലാ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തും പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പെയിൻ കുറയുമെന്നൊക്കെ. കാര്യം പയ്യന്നൂരിൽ തന്നെ ശ്യാം ഡോക്ടറുണ്ട്, മധുസൂദൻ ഡോക്ടറുണ്ട്, ശ്യാമള ഡോക്ടറുണ്ട്, സരസ്വതി ഡോക്ടറുണ്ട്, അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റുകയൊക്കെ ചെയ്യും, കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കെല്ലാം കൊണ്ടും സംസാരിക്കാൻ പറ്റിയിട്ടില്ല, എപ്പോഴും ഫോൺ വിളിച്ചെടുക്കുന്ന അല്ല, അങ്ങനെ ഒരു ഡോക്ടർ വിഷൻ ഡോക്ടറാണ്. അപ്പം ആ ഒരു ഡോക്ടറെ തന്നെ ഞാൻ കാണിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെ കാണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ നമ്മൾ 10 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോയി എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 10 വർഷത്തിനിടക്ക് ആ ഒരു ഡോക്ടറെയാണ് കാണിക്കുന്നത്, ഈ പെയിൻ വരുമ്പോഴും അങ്ങനെ. പിന്നെ എൻ്റെ മോളെ ഡെലിവറി ആയതും ആ ഡോക്ടറാണ്. അപ്പോൾ മോൾക്ക് 5 വർഷമായി, സിസേറിയനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പോയും വന്നും കാണിച്ചും അങ്ങനെ ഈ 10 വർഷത്തിനിടക്ക് അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി. പിന്നെ ഈ പീരീഡ്സ് പെയിൻ കുറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വേദനയ്ക്ക് കാരണം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ PCOD എന്നുള്ള പ്രോബ്ലം ഉണ്ടല്ലോ, അതുണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഓക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും പെയിൻ ചില സ്ത്രീകൾക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടാവില്ല. എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഈ ഒരു പെയിൻ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പീരീഡ്സ് പെയിൻ എന്തെടുത്തിട്ടും എനിക്കൊരു മാറ്റം വരുന്നില്ല. അത് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിന്നും ഓക്കെ ആവുന്നില്ല. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, ഈ പെയിൻ ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവും, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ്. പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ മോശം കമൻറ്റാണ് ഇട്ടത് കേട്ടോ. കാരണം ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാമയ ഹോസ്പിറ്റലിൽ ഉണ്ടായപ്പോൾ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ BMH വന്ന പിന്നെയാണ് ഇത്ര വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാമയ ഉണ്ടായപ്പോഴും ഈ ഒരു ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ BMH വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പൈസ അറവാണ്, നല്ലപോലെ പൈസ എടുക്കുന്നുണ്ട് അവർ. പിന്നെ BMH വന്ന പിന്നെ ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ. അനാമയ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ആൾക്കാർ BMH ആയ പിന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ടാബ്ലറ്റ് മെഡിസിൻ വാങ്ങുന്ന സ്ഥലത്തൊക്കെ 1 മണിക്കൂറിലധികം ഇരിക്കണം, കാരണം അത്രയും തിരക്കാണ്. മെഡിസിൻ വാങ്ങുന്ന സ്ഥലത്താണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും
എല്ലാം നല്ല തിരക്ക് വർദ്ധിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു BMH ആയ പിന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ നോക്കുന്നത്. BMH എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണൂർ, കോഴിക്കോട് പോലെയുള്ള BMH ആണ് നോക്കുന്നത്. എല്ലാ ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ പയ്യന്നൂരും BMH ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഓടിച്ചെല്ലാമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് ആൾക്കാർ വന്നു പോവുമല്ലേ, പൈസയൊന്നും നോക്കാണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. അങ്ങനെ ഒരു തിരക്കുണ്ടായിരുന്നു BMH. എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസോടു കൂടി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയുടെ കാര്യം വന്നപ്പോൾ അതെന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന്. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വരണം, അല്ലെങ്കിൽ തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പുള്ളിലുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടി മരണപ്പെട്ടു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അവരുടെ അച്ഛനമ്മമാർക്ക് ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമല്ലോ. 8 വർഷം കഴിഞ്ഞിട്ട് അത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കില്ലേ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് ചെറിയതായിട്ടൊന്ന് മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പം എന്താ പറയണ്ടല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഏതൊരു ഹോസ്പിറ്റലിലും നടക്കാണ്ടിരിക്കണം. അതിന് നമ്മൾ ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെ എങ്ങനെ ചെയ്തിട്ടാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് എനിക്കൊരു പിടിയില്ല. കാരണം എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഒരു അനസ്തേഷ്യ എന്ന് പറയുമ്പം നമ്മൾ അറിഞ്ഞ വാർത്ത ഇതാണല്ലോ, അനസ്തേഷ്യ കൊടുത്തേ പിന്നെയാണ് കുട്ടി മരണപ്പെടുന്നത്. അതും കുട്ടി മാസം തികയാണ്ടൊക്കെ ഡെലിവറി ആയതാണ്. അപ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അത്രത്തോളം കെയറും എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണോ? എന്താ പറയണ്ടേ, നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരെ ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. കാരണം ഇപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ വന്നാൽ എനിക്ക് ടെൻഷനാവും. കാരണം ഞാൻ ആ വീട്ടുകാരെ ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷനായി. കാരണം എനിക്കൊരു മോളിലുണ്ട്. എൻ്റെ കുഞ്ഞിക്ക് കുഞ്ഞ് ജലദോഷം വരുമ്പോൾ എനിക്ക് ടെൻഷനാവും. എന്നാലും ഞാൻ ഓടിപ്പോകുന്നത് ഹോസ്പിറ്റലാണ്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ പേടിയായി. കാരണം മുറിയിട്ട് അവിടെ നിന്ന് ഉണങ്ങിയിട്ട് എന്നില്ല വിചാരമാണ് എനിക്കിപ്പോൾ ചിന്ത. കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവരെന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ന്യൂസ് കേൾക്കുമ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മളെ വീട്ടിലുള്ള കുട്ടീനെ ആലോചിച്ച് ടെൻഷനാവും. ഇനി എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ധൈര്യത്തോടെ കൊണ്ടുപോകല്? ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇനിയും നടക്കില്ല എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കാരണം ഇന്നൊക്കെ ഹോസ്പിറ്റലുകാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് വേണ്ടത് പൈസയാണ്. എങ്ങനെയെങ്കിലും രോഗികളിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോഴത്തെ ഡോക്ടേഴ്സും നമ്മളെ പണ്ടത്തെ പോലെ ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഇതുപോലെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ കുഞ്ഞിക്കണ്ണൻ ഡോക്ടർ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, കാങ്കോലാണ് ഡോക്ടർ. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കാങ്കോൽ ക്ലിനിക്കുണ്ട്. അപ്പോൾ എത്ര രോഗികൾക്കാണ് അറിയോ ആശ്വാസം? കാരണം 20 രൂപയാണ് ഒരു രോഗിയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ 20 രൂപക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടാനാണ്? അല്ല, ഇന്നത്തെ ഡോക്ടർ 20 രൂപ പോയിട്ട് 600 മുകളിലാണ് ഇപ്പോൾ മേടിക്കുന്നത്. മാക്സിമം 350 വാങ്ങുന്നുണ്ട് ഒരു ഡോക്ടർ. പക്ഷെ ഇന്ന് 20 രൂപക്ക് ഏത് രോഗിനെയാണ് ഒരു ഡോക്ടർ നോക്കുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ കുഞ്ഞിക്കണ്ണൻ ഡോക്ടർ 20 രൂപ, അതും രോഗികളിൽ നിന്ന് വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് 20 രൂപ വാങ്ങണം. അങ്ങനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഡോക്ടേഴ്സിനൊക്കെ എത്ര വാങ്ങാം ഒരാളിൽ നിന്ന്? പക്ഷെ എന്ത് ചെയ്യുന്നു, രോഗികളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഓരോ ഡോക്ടേഴ്സ്. അപ്പോൾ നല്ല ഡോക്ടേഴ്സും ഉണ്ട്, അതും എക്സ്പേർട്ടായിട്ടുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും കുഞ്ഞിക്കണ്ണൻ ഡോക്ടറെ. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവൻ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്. ഇത് കുട്ടി മരണപ്പെട്ടത് ഒരു കയ്യബത്തെന്ന് പറഞ്ഞിട്ട്
ഒഴിയാം, ഒഴിയണമെങ്കിൽ ഒഴിയാം. പക്ഷേ എത്ര കാലം ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് അല്ലേ? അവരുടെ അച്ഛനമ്മമാർക്ക് എങ്ങനെയാണ് ആ ഒരു വേദന മറക്കാൻ പറ്റല്? ആറ്റുനോറ്റുണ്ടായ ആ കുഞ്ഞില്ല, അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതിനി? ഡോക്ടേഴ്സിന് ഇപ്പം കേസും കാര്യങ്ങളും ആയിട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു, പക്ഷേ അത് കഴിഞ്ഞു. പക്ഷേ ഈ അച്ഛനും അമ്മയോ അവരെങ്ങനെയാണ് ഈ ഒരു വേദന സഹിക്കേണ്ടത്? അവരുടെ വേദന ആലോചിച്ചിട്ട് നമുക്ക് ടെൻഷൻ. അപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു അനസ്തേഷ്യയിലാണ് ഇങ്ങനെ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടണം. കാരണം ഒരു കുട്ടിക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാന്ന് വെച്ചാൽ താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ഒക്കെ വന്നിട്ട് ബാക്കിയൊക്കെ നമുക്കറിയാം. ഇപ്പം നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനിയൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുമാത്രമല്ല, BMH അങ്ങനെയുള്ള ഹോസ്പിറ്റലുകാരൊക്കെ അറവുശാല എന്ന് പറയുന്ന പോലെ അത്രയും പൈസയാണ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നത്. അങ്ങനെ ഒരു പൈസ ഈടാക്കുമ്പോൾ അതിൻ്റെ ഒരു മൂല്യമെങ്കിലും തിരിച്ചു തരണം. അതും കൂടി ഇല്ല നോക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് മാത്രമല്ല, ഡോക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ രോഗികൾ പോയാലും അഡ്മിഷൻ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലേ അഡ്മിഷൻ കൊടുക്കേണ്ടത്, അല്ലാണ്ട് ചെറിയൊരു ജലദോഷത്തിനോ ഇതിനൊക്കെ പെട്ടെന്ന് പോയി ആക്കുകയെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ച് അഡ്മിറ്റ് ആവുക എന്നൊക്കെ പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം പൈസയും കൂടി നോക്കണം. പക്ഷേ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ്. പിന്നെ മരുന്ന് കൊടുക്കുന്നതാണെങ്കിലും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിച്ചതിന് ശേഷം ആഫ്റ്റർ എഫക്റ്റായിട്ട് കിഡ്നി, ലിവർ അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ട നമ്മൾ മരുന്ന് കൊടുക്കാൻ. ഹൈ ഡോസ് ഓരോ വ്യക്തിക്കും അതിന് കണക്കായിട്ടുള്ള മരുന്നല്ലേ കൊടുക്കേണ്ടത്. ഓരോ ആൾക്കാർക്കും വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കിയിട്ട് വേണ്ട മരുന്നൊക്കെ കൊടുക്കാൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് നോക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു രോഗി വന്നു ഇന്ന അസുഖം എന്ന് പറഞ്ഞു, വേദനയുണ്ട് പറഞ്ഞു, ഹൈ ഡോസ് വേദന, 5 മിനിറ്റ് കൊണ്ടുള്ള വേദന നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈ ഡോസ് മരുന്ന് കൊടുക്കുന്നു അല്ലേ? പക്ഷെ വേദനയ്ക്കുള്ള കാരണം കണ്ടെത്തുക ഒന്നും ചെയ്യുന്നില്ല. പിറ്റേന്ന് വീണ്ടും കുറയാണ്ടായിട്ട് പോകുമ്പോൾ പിന്നെയും കുറച്ചുകൂടി കൂട്ടി അങ്ങ് കൊടുക്കും. പക്ഷേ ഇതൊക്കെ നമ്മളെ ലിവറിനും കിഡ്നിക്കൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഡോക്ടേഴ്സിനും അറിയാമല്ലേ. ഇത്രയൊന്നും ഡോസ് കൂട്ടി കൊടുത്തുകൂടാന്ന് പറയാം. അങ്ങനെ ലിവറും കിഡ്നിയും ഫെയിലറായിട്ട് മരുന്ന് കഴിച്ചിട്ട് ഫെയിലിയറായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഹൈ ഡോസ് മരുന്ന് കഴിച്ചു, അതിന് ശേഷം ലിവർ ഡാമേജായി, മഞ്ഞപ്പിത്തം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവം അല്ലേ? നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത് ചെറിയൊരു കൈ സൂചി കുത്തിയിട്ടുണ്ടെങ്കിൽ അത് മുറിവ് ഉണക്കാൻ പോയിട്ട് നമ്മളെ അവയവങ്ങൾ പോലും നശിച്ചിട്ട് നമ്മളെ ജീവൻ പണയം വെക്കേണ്ട അവസ്ഥയാണ് ഇന്ന് വരുന്നത്. ഇതൊക്കെ എന്താണ്? എങ്ങനെയാണ് ഇതിനൊക്കെ മാറ്റം വരിക? കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമാണ് മുന്നിൽ കാണുന്നത്. അത് രോഗികളെയോ അവരുടെ ട്രീറ്റ്മെൻറ്റിനെയോ ഒന്നും കാണാത്ത ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷെ ഒരുപാട് വേറെ നല്ല ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് മൊത്തമായിട്ട് ഒരിക്കലും ഡോക്ടേഴ്സിനെ ആക്ഷേപിക്കുന്നത് കരുതരുത്. കാരണം നമ്മുടെ ജീവനെ ജീവൻ രക്ഷിക്കേണ്ടത് ഡോക്ടേഴ്സാണ്. അവരുടെ കയ്യിലായിരിക്കും നമ്മുടെ ജീവൻ ഉണ്ടാവുക അസുഖമായിട്ട് പോകുമ്പോൾ. പക്ഷേ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും പറയാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ലിവർ പോയി, കിഡ്നി പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഹൈ ഡോസ് മരുന്നൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മുടെ അവയവങ്ങളെയാണ് ബാധിക്കുന്നതെന്നുള്ള കാര്യം കൂടി ഡോക്ടേഴ്സ് ഒന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകളാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ചില ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എന്നൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുന്നേ BMHൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആൾക്കാരൊക്കെ കുറവാണ്, ആരുമില്ല. ഇനി അങ്ങോട്ട് പോവുകയും ചെയ്യില്ല. കാരണം ഒരു കുഞ്ഞ് ഇല്ലാണ്ടായ ഒരു ഹോസ്പിറ്റലാണ്. ഒരു ധൈര്യത്തോടെ ഇനി ആരും അവിടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണോ ഇങ്ങനെ അറിയില്ല. കാരണം കുറച്ച് ദിവസം ആൾക്കാർ കുറഞ്ഞു, വീണ്ടും അങ്ങോട്ട് തന്നെ പോവുക അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര
ആൾക്കാരൊന്നും ഇല്ല അവിടെ. ഇങ്ങനെ ശൂന്യമായിട്ടുള്ളൊരവസ്ഥയിലാണ് ആ ഹോസ്പിറ്റലിൽ ഞാൻ 2 ഡേ മുന്നേ കണ്ടത്. അപ്പോൾ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയ ഹോസ്പിറ്റലാണ്. നമ്മളാരും പോകാണ്ട് തന്നെ ഇരിക്കേണ്ടത്. പക്ഷേ എന്ത് ചെയ്യുക, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വേറൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ആൾക്കാരും പ്രതികരിക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കുറച്ച് ഡേ കഴിഞ്ഞാൽ ആ ഒരു പ്രതികരണം നിന്ന് പോവല്ലേ. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ നമ്മളൊരു തക്കതായ തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ഒന്നുകിൽ ഇത്തരത്തിൽ ഇങ്ങനെ നല്ല പൈസ വാങ്ങുന്ന ഹോസ്പിറ്റലിനെതിരെ അത് കുറക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കാനുള്ള കർശന നടപടി ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണോ പിഴവ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാരണം കണ്ടെത്തണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ചൂട് വാർത്ത ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കും. പക്ഷെ അതൊന്ന് 2-3 ദിവസം കഴിയുമ്പം മറന്നു പോകുമ്പം ഈ ഒരു ശക്തി കുറഞ്ഞു വരും. അപ്പോൾ ഇതിനൊരു ശക്തമായ തീരുമാനം ഉണ്ടാക്കണം എന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. കാരണം ഇങ്ങനെയുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഒരു ആശുപത്രിയിൽ നിന്നും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയൊരു ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മളെ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഭയങ്കരമായിട്ട് പൈസ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ പൈസ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള മൂല്യം നമുക്ക് കിട്ടണ്ടേ അല്ലേ. അവർ പൈസ എടുത്തിട്ട് നമ്മളൊരു മൂലയ്ക്ക് ഇങ്ങനെ കിടത്തിയിട്ട് അവർ അവരുടെ കാര്യത്തിന് പൈസ വാങ്ങുന്നു. ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നടത്തി എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത് ഭയങ്കര മോശമാണ്. നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി മൂല്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് കിട്ടണം. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ പൈസ വാങ്ങുന്നതിൽ എന്തർത്ഥമുള്ളത് അല്ലേ. ഒരു സാധാരണക്കാരനിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഫീസ് മാത്രമാണ് ഓരോ ഹോസ്പിറ്റലിൽ നിന്നും എടുക്കേണ്ടത്. ഇപ്പോൾ BMS തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും സ്കാനിങ് ആണെങ്കിലും എക്സ്റേ ആണെങ്കിലും ഷുഗർ ടെസ്റ്റ് ആണെങ്കിലും എന്ത് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തോ, ജസ്റ്റ് പുറത്തുനിന്ന് ലാബിൽ നിന്ന് ചെയ്തോ ഒക്കെ ആ ഫീസിൻ്റെ കുറച്ച് കുറവായിരിക്കും പുറത്തുനിന്ന് ചെയ്യുമ്പോൾ. ഇവിടെ വാങ്ങുന്നത് ഇരട്ടിയാണ്. അത് എന്തുകൊണ്ടാണ് ഇരട്ടി വാങ്ങുന്നത്? കറക്റ്റായിട്ടുള്ള പൈസ വാങ്ങിയാൽ പോരെ. അപ്പോൾ പറയും സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതല്ലല്ലോ. അപ്പോൾ പൈസയുടെ കാര്യങ്ങളൊക്കെ അവർക്കിങ്ങനെ തോന്നിയ പോലെ വാങ്ങാൻ വേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പാടില്ല നമ്മൾ ഓരോ ജനങ്ങളും. അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ BMH നമ്മളിങ്ങനെ വാർത്ത ഫ്ലാഷ് ആയതുകൊണ്ട് അറിഞ്ഞു. അല്ലാതെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയില്ല. ഇത് നമ്മൾ അറിഞ്ഞ ന്യൂസ് ഫ്ലാഷായി, അങ്ങനെ എല്ലാവരും അറിഞ്ഞു. പക്ഷേ ഇത്തരം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലതൊന്നും പുറത്തും അറിയില്ല. കാരണം ചെറിയൊരു സാധാരണക്കാരൻ ഒന്നുമില്ലാതെ ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഒന്നും അറിയില്ല അല്ലേ. പോയി ചികിത്സിച്ചു, ചിലപ്പോൾ അവിടെ നിന്ന് മരണപ്പെട്ടു, അവരൊരു കാരണം പറയുന്നു അല്ലേ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് അറിവില്ലവരായതുകൊണ്ട് അവർക്ക് മനസ്സിലായി അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അറിഞ്ഞതുകൊണ്ട് അവർ പ്രതികരിച്ചു. ഇങ്ങനെ അറിവില്ലാതെ ഒരാൾ പോയതാണെങ്കിൽ അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായി. നമ്മളെല്ലാവരും മുന്നോട്ട് വരണം, ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ഇനി ഏതൊരു കുഞ്ഞെന്നല്ല ഏതൊരു വ്യക്തിക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഷോക്കായിട്ടാണ് ഉള്ളത്. കാരണം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുട്ടിയുടെ വീടെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് അടുത്തായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അടുത്തെന്ന് മാത്രമല്ല, ദൂരമാണെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ ക്ഷീണമായിരിക്കും. അതല്ല, നമുക്ക് പരിചയം ആകുമ്പോൾ ആ ഒരു ഫീലിംഗ് വേറെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. തെറ്റുകാരെ ശിക്ഷിക്കപ്പെടണം എന്നുകൂടി
ഞാനിതിൽ പറയുകയാണ്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ തീർച്ചയായിട്ടും കിട്ടണം. കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവൻ വെച്ചിട്ടാണ്, ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് അല്ലേ. ചിലപ്പോൾ അവർ ഈ മുറിവ് മൈൻഡാക്കാണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ജീവൻ ഇപ്പോഴും നിലനിൽക്കണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയാണ് നമ്മളെ മാതാപിതാക്കൾക്ക് അത് കണ്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ ചെറുങ്ങനൊരു സൂചി കുത്തിയാൽ പോലും നമുക്ക് അച്ഛനമ്മമാർക്ക് പാരൻസിന് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് അത് സുഖമാക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷേ ഹോസ്പിറ്റലുകാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ വേണ്ടേ, എന്താ പറയണ്ടേ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.